ഗുഡ് മോർണിംഗ്. നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് എടുക്കാൻ പോണത്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ 16ാമത്തെ ചാപ്റ്ററാണ് ഇലക്ട്രിക്കൽ എനർജി. നമ്മൾ ഈ ചാപ്റ്ററിൽ കറണ്ടിനെ കുറിച്ചാണ് നോക്കാൻ പോണത്. കറണ്ടിനെ കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് കുറച്ച് ലോസ് നമ്മളിതിൽ പ്രത്യേകമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ലോസുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കണം കേട്ടോ. അതിൽ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് കൊളംസ് ലോ പറയണത് ഇപ്പോൾ രണ്ട് ചാർജുകൾ Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജുകൾ, അപ്പോൾ അത് തമ്മിൽ ഉള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ രണ്ട് ചാർജുകളുടെ ക്വാണ്ടിറ്റിക്ക് എത്രയാണ് ആ മാഗ്നിറ്റ്യൂഡ് ഉണ്ടല്ലോ അതിൻ്റെ പ്രോഡക്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായിരിക്കും. ഇപ്പോൾ Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജുകൾ അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ്, ഇപ്പോൾ ഒരു 10 ഇതിന് പിന്നെ 5, അതാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുക. അപ്പോൾ ആ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റിയുടെ പ്രോഡക്റ്റിന് ഇൻറ്റു, ഇപ്പോൾ ഇത് 10 ഇത് 5 ആണെങ്കിൽ 10 × 5 ക്വാണ്ടിറ്റിയുടെ പ്രോഡക്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായിരിക്കും. അതായത് the magnitude of the force of attraction between 2 point charges is directly proportional to the quantity of charges present on each of them and inversely proportional to the square of the distance separating them. അപ്പോൾ ചാർജുകളുടെ ക്വാണ്ടിറ്റിയുടെ പ്രോഡക്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതാണ് കൊളംസ് ലോ പറയണത്. ഇനി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഇപ്പോൾ നമ്മൾ ഒരു ചാർജ് ഉണ്ടാവാണ്, ഒരു ഫിക്സഡ് പോയിന്റിൽ ഒരു ചാർജ് ഉണ്ടാവാണ്. ആ ചാർജിൽ ഇലക്ട്രോൺസുകളുടെ ഫ്ലോ ആണല്ലോ ചാർജ്. അപ്പോൾ ആ ചാർജിലൊരു വർക്ക് ഡൺ നടന്ന് ആ ചാർജിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഒരു വർക്ക് നടക്കുന്നു അല്ലേ? ആ വർക്ക് ഡൺ എങ്ങനെയാണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആയിട്ടാണ് അവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അതിനെയാണ് എന്ത് പറയുക? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുക. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട്. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, അതായത് ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി എന്നൊക്കെ പറയണത്. പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ എനർജി, അതിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുക. പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് ചാർജാണ് എന്ത്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഇനി നമുക്ക് നോക്കാനുള്ളത്, അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ നോക്കാനുണ്ട്. I is equal to V/R. I എന്ന് പറയുന്നത് എന്താണ്? കറൻ്റാണ്. V എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ രണ്ട് തരത്തിലാണ് വരിക. ഒന്ന് കണ്ടക്ട് ചെയ്യുക, ഇലക്ട്രിക് എനർജിനെ എന്ത് ചെയ്യുക? കണ്ടക്ട് ചെയ്യുക. രണ്ടാമത്തെ എന്താണ്? ഇലക്ട്രിക് എനർജിനെ റെസിസ്റ്റ് ചെയ്യുക, അതിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുക. ആ റെസിസ്റ്റ് ചെയ്യണതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കറൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ബൈ റെസിസ്റ്റൻസ്. പൊട്ടൻഷ്യൽ എനർജി, അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എത്രയാണോ അതേ ബൈ എന്താണ് അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ്. അതിനെയാണ് എന്ത് പറയണത്? കറൻറ്റ് എന്ന് പറയണത്. അതായത് പൊട്ടൻഷ്യൽ എനർജി കൂടുമ്പോൾ കറൻറ്റ് കൂടുതലാണ്, റെസിസ്റ്റൻസ് കുറയുമ്പോൾ എന്താണ്? കറൻറ്റ് കൂടുതലാണ്. അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഈ റെസിസ്റ്റൻസിനെ നമ്മൾ രണ്ട് രീതിയിൽ എന്ത് ചെയ്യും? അറേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ റെസിസ്റ്റേഴ്സിനെ നമ്മൾ എന്താ പറയുക? അറേഞ്ച് ചെയ്യും. സീരീസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം, പാരലൽ ആയിട്ടും കണക്ട് ചെയ്യാം. സീരീസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നേരെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണത്. പാരലൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്ന്, അതിന് പാരലായിട്ട് ഒന്ന്, അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യാം. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. റെസിസ്റ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ രണ്ട് ടൈപ്പിലാണ് വരുന്നത്. ഒന്ന് സീരീസ് ആയിട്ടുള്ള കോമ്പിനേഷൻ, രണ്ട് പാരലൽ ആയിട്ടുള്ള കോമ്പിനേഷൻ. അപ്പോൾ സീരീസ് ആയിട്ടുള്ള കോമ്പിനേഷൻ കണ്ടില്ലേ? അങ്ങനെ ഇങ്ങനെ സീരീസ് ആയിട്ട് ഇപ്പോൾ R1 R2 R3 എന്ന് പറയുന്ന റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന കറൻറ്റ് സെയിം ആയിരിക്കും. കാരണം ഇതിൽ കൂടെ ഇവർ സീരീസ് ആയതുകൊണ്ട് തന്നെ സെയിം കറണ്ട് ആയിരിക്കും. പക്ഷേ ഇവർ ഓരോരുത്തരുടെയും V അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഡിഫറെൻ്റ് ആയിരിക്കും. കറണ്ട് സെയിം ആയിരിക്കും, പക്ഷേ പൊട്ടൻഷ്യൽ എനർജി ഡിഫറെൻ്റ് ആയിരിക്കും.
ഇനി ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, ഇതിപ്പോൾ 3 റെസിസ്റ്റൻസിൻ്റെ കാര്യമല്ലേ, അതല്ലാതെ നമുക്കൊരു ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് R1 + R2 + R3 ഇത് 3 കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ I = എന്താണ്? V/R ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാമെന്ന് ഞാൻ ഒന്നുകൂടി പറയാം. ഇനി രണ്ടാമത്തത് പാരലൽ കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷൻ നോക്കിയേ, 3 റെസിസ്റ്റേഴ്സ് ഇതുപോലെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് വരുന്നത് 1/R1 + 1/R2 + 1/R3. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയാണ് സെയിം ആവുന്നത്, കറണ്ട് ഇവിടെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് ഈ I = V/R ഇത് കണ്ടുപിടിക്കാനായിരിക്കും നമുക്ക് എപ്പോഴും ചോദിക്കുക. വിയും തന്നിട്ടുണ്ടാവും, ഐയും V അല്ലെങ്കിൽ I കണ്ടുപിടിക്കാനായിരിക്കും ചോദ്യം വരിക. ഇതിൽ നിന്ന് തന്നെ ഇക്വേഷൻ മാറ്റി എഴുതാൻ അറിയാമല്ലോ. എങ്ങനെയാണ്? V കാണാനായിട്ട് IR, R കാണാനായിട്ട് V/I. ഇതിൽ നിന്ന് തന്നെ ഇക്വേഷൻ മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് 3 റെസിസ്റ്റേഴ്സിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ടാവും, അവർ സീരീസിലാണോ പാരലലാണോ എന്നും കൂടെ പറഞ്ഞിട്ടുണ്ടാവും, ഐയോ വിയോ കൂടെ തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതിന് തന്നിട്ടുള്ളത് സീരീസ് ആയിട്ടാണോ പാരലൽ ആയിട്ടാണോ എന്ന് ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക. അതിൻ്റേതായിട്ടുള്ള ഇക്വേഷൻ ഇട്ട് ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ കണക്ക് ചോദിക്കാവുന്നതാണ്. കണക്കെന്ന് പറയുന്നത് ഇത്രയും സിമ്പിളായിട്ടാണ് ചോദിക്കുക. ഈ റെസിസ്റ്റേഴ്സിൻ്റെ കാര്യം മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ഉള്ളത് കറണ്ടിൻ്റെ മാഗ്നറ്റിക് എഫക്റ്റാണ്. അതായത് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൂടി ഉണ്ട്. അപ്പോൾ അത് പറയുന്ന ഒരു ലോയാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയുമ്പോൾ, അപ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡിൽ ഒരു കണ്ടക്ടർ പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ പിടിക്കുകയാണ്. ഒരു കണ്ടക്ടർ നമ്മൾ റൈറ്റ് ഹാൻഡിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ തമ്പ് പോയിൻ്റ് ചെയ്യുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷനിലേക്കും, ബാക്കിയുള്ള ഫിംഗേഴ്സ് ഉണ്ടല്ലോ, ആ ഹോൾഡ് ചെയ്ത ഫിംഗേഴ്സ് ഡയറക്റ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലായിരിക്കും. നമ്മുടെ റൈറ്റ് ഹാൻഡിൽ ഒരു കണ്ടക്ടർ പിടിക്കുകയാണെങ്കിൽ, കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് കടത്തി വിടുന്ന ഒരു ഒബ്ജക്റ്റ്, അതിനെയാണ് കണ്ടക്ടർ എന്ന് പറയുക. ആ കണ്ടക്ടർ നമ്മളിങ്ങനെ പിടിക്കുകയാണെങ്കിൽ അവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഈ തമ്പിൻ്റെ ഡയറക്ഷനിലും ബാക്കി ഹോൾഡിങ് ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുക. ഇതിനെയാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇലക്ട്രിക് പവർ ജനറേഷനാണ്. എങ്ങനെയൊക്കെയാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതെന്ന്. മെയിനായിട്ട് 3 ടൈപ്പിലാണ് നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്നത് ലാർജ് സ്കെയിലിൽ. അതിലൊന്ന് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സുകൾ, വാട്ടർ യൂസ് ചെയ്തിട്ട്, പിന്നെ തെർമൽ പവർ പ്ലാന്റ്സ് ഏതെങ്കിലും ഫ്യൂവൽസ് ഒക്കെ ബേൺ ചെയ്തിട്ട്, പിന്നെ അറ്റോമിക് പവർ പ്ലാന്റ് ന്യൂക്ലിയർ എനർജി യൂസ് ചെയ്തിട്ട്. അങ്ങനെ 3 തരത്തിലാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് ലാർജ് സ്കെയിലുള്ള ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണത്. ഹൈഡ്രോ ഇലക്ട്രിക്, തെർമൽ പവർ പ്ലാന്റ്, അറ്റോമിക് പവർ പ്ലാന്റ്. ഇനി ഹൈഡ്രോ ഇലക്ട്രിക് വരുന്നത് എവിടേക്കാണ്? ബക്രാനങ്കൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് പഞ്ചാബിലെ ബക്രാനങ്കൽ, റിഹാൻഡ് ഹൈഡൽ പവർ ഉത്തർപ്രദേശിൽ, പെരിയാർ തമിഴ്നാടു, ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഹൗസ് കേരളയിലെ, ഉമൈൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ അസം. ഇനി തെർമൽ പവർ വരുന്നത് എവിടെയാണ്? ഭദ്രാപൂർ ഡൽഹി, ചാൽച്ചർ ഒറീസ, ബരൗണി ബീഹാർ, നെയ്വേലി തമിഴ്നാടു, നറംപു അസം. ഇതൊക്കെയാണ് തെർമൽ വരുന്നത്. ഇനി ന്യൂക്ലിയർ വരുന്നത് താരാപൂർ മഹാരാഷ്ട്ര, രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷൻ, റാണ പ്രതാപ് സാഗർ കോട്ട. പിന്നെ മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ കൽപ്പാക്കം തമിഴ്നാടു, നറോറ അറ്റോമിക് പവർ സ്റ്റേഷൻ ഉത്തർപ്രദേശ്. ജസ്റ്റ് ആ പേരുകളൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മളൊരു കണക്കാണ് ചോദിക്കാനുള്ള സാധ്യത കൂടുതൽ. പിന്നെ ആ 2 ലോസ് കൊളംസ് ലോയും പിന്നെ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ അല്ലെങ്കിൽ തമ്പ് റൂളും പഠിച്ചു വയ്ക്കണം. പിന്നെ ആ റെസിസ്റ്റേഴ്സ് വെച്ചിട്ടുള്ളൊരു കണക്ക് I = V/R, R എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് കൂടി പഠിച്ചു വയ്ക്കണം. സിമ്പിളാണെന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി. നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.